നമസ്കാരം. ടൊയോട്ട റീബാഡ്ജ് ചെയ്ത് പുറത്തിറക്കാൻ തുടങ്ങിയതോടെ ടൊയോട്ടയുടെ ഇന്ത്യയിലെ ഷോറൂമുകളിൽ തിരക്ക് ഏറിയിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. മാരുതിയുടെ ഏറ്റവും പ്രമുഖമായ മോഡലുകൾ ടൊയോട്ട ബാഡ്ജിങ്ങിലൂടെ എത്തിയതോടെ വലിയ രീതിയിലുള്ള കച്ചവടവും കൂടി. നിലവിൽ ടൊയോട്ടയുടെ ഇന്ത്യൻ വിൽപ്പനയുടെ പകുതിയോളം സംഭാവന ചെയ്യുന്നത് റീബാഡ്ജഡ് പതിപ്പ് കാറുകളാണെന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട മോഡലാണ് ഗ്ലാൻസ. മാരുതിയുടെ ജനപ്രിയ പ്രീമിയം ഹാച്ച്ബാക്കായ ബലേനോയുടെ റീബാഡ്ജ് ചെയ്ത പതിപ്പാണ് ഗ്ലാൻസ. ടൊയോട്ട ഗ്ലാൻസയ്ക്ക് പോയ മാസം എത്ര വിൽപ്പന നേടാൻ സാധിച്ചു എന്നാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ടൊയോട്ട ഇന്ത്യയിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ഇന്നോവ, ഹൈറൈഡർ എന്നീ മോഡലുകൾ കഴിഞ്ഞാൽ മികച്ച വിൽപ്പന നേടുന്ന മോഡലുകളിൽ ഒന്നുകൂടിയാണ് ഗ്ലാൻസ. 2025 ഫെബ്രുവരിയിൽ ടൊയോട്ട 4596 ഗ്ലാൻസ കാറുകളാണ് വിറ്റത്. 2024 ഫെബ്രുവരിയിൽ ഈ സംഖ്യ 4581 ആയിരുന്നു. അതായത് 2024 ഫെബ്രുവരിയെ അപേക്ഷിച്ച് 2025 ഫെബ്രുവരിയിൽ 15 ടൊയോട്ട ഗ്ലാൻസ കാറുകൾ അധികം വിറ്റുപോയി. ടൊയോട്ട ഗ്ലാൻസ കാർ വിൽപ്പനയിൽ നേരിയ വളർച്ച നേടിയതായാണ് വിൽപ്പന റിപ്പോർട്ട് കാണിക്കുന്നത്. 2025 ഫെബ്രുവരിയിൽ ഇന്ത്യൻ വിപണിയിൽ വിറ്റഴിക്കപ്പെട്ട മികച്ച 10 ഹാച്ച്ബാക്കുകളുടെ പട്ടികയിൽ ടൊയോട്ട ഗ്ലാൻസ 7ാം സ്ഥാനവും നേടിയിട്ടുണ്ട്. 19,879 യൂണിറ്റ് വിൽപ്പനയുമായി മാരുതി വാഗണറാണ് ഒന്നാമതുള്ളത്. മാരുതി സ്വിഫ്റ്റ് 16,269 പോയിന്റ് ആയി രണ്ടാമതും ഗ്ലാൻസയുടെ മാരുതി കസിൻ മോഡലായ ബലേനോ 15,480 യൂണിറ്റുമായി മൂന്നാമതുമുണ്ട്. മാരുതി ആൾട്ടോ, അതുപോലെ തന്നെ ടാറ്റ ടിയാഗോ, ഹ്യുണ്ടൈ ഗ്രാൻഡ് ഐട്ടൺ നിയോസ എന്നിവയാണ് ഗ്ലാൻസയുടെ മുന്നിലുള്ള മറ്റ് കാറുകൾ. ബലേനയെ കൂടാതെ പ്രീമിയം ഹാച്ച്ബാക്ക് സെഗ്മെന്റിൽ ഹ്യുണ്ടൈ i20, ടാറ്റ അൾട്രോസ് എന്നിവയാണ് ഗ്ലാൻസയുടെ മറ്റ് എതിരാളികൾ. ഇതിൽ 3627 യൂണിറ്റ് വിൽപ്പനയുമായി i20 മാത്രമാണ് ടോപ്പ് 10 ഹാച്ച്ബാക്ക് പട്ടികയിൽ ഉള്ളത്. ഗ്ലാൻസയെ കുറിച്ച് പറയുമ്പോൾ ഇതിന്റെ ബേസ് വേരിയന്റിന്റെ വില 6,90,000 രൂപയാണ്. ടോപ്പ് എൻഡ് വേരിയന്റ് വാങ്ങാൻ 10 ലക്ഷം രൂപ മുടക്കണം. എക്സ്ഷോറൂം വിലകളാണിതെന്നും പ്രത്യേകം ശ്രദ്ധിക്കുക. പെട്രോൾ, CNG പവർ ട്രെയിൻ ഓപ്ഷനുകളിലും ഇത് ലഭ്യമാണ്. ബലേനയുടെ റീബാഡ്ജിന് പതിപ്പാണെങ്കിലും വേർതിരിച്ചറിയാൻ ചില്ലറ ഡിസൈൻ പരിഷ്കാരങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ കണക്ടിവിറ്റിയുള്ള 7-inch ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ടൊയോട്ട iConnect സപ്പോർട്ട്, ഡിജിറ്റൽ വോയിസ് അസിസ്റ്റ്, അതുപോലെ തന്നെ ലെതറിൽ പൊതിഞ്ഞ സ്റ്റിയറിംഗ് വീൽ എന്നിവ ഗ്ലാൻസയിൽ നൽകിയിട്ടുണ്ട്. 6 എയർ ബാഗുകൾ, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, അതുപോലെ തന്നെ റെയിൻ സെൻസിംഗ് വൈപ്പർ, 360 ഡിഗ്രി ക്യാമറ തുടങ്ങിയ സേഫ്റ്റി ഫീച്ചറുകളും ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. 90 PS പവറും 113 Nm ടോർക്കും നൽകാൻ ശേഷിയുള്ള 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് ടൊയോട്ട ഗ്ലാൻസയുടെ ഹൃദയം. ഈ എഞ്ചിൻ 5 സ്പീഡ് മാനുവൽ AMT ഗിയർ ബോക്സുമായി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേ എഞ്ചിൻ CNG മോഡൽ 77.5 PS പവർ മാത്രമേ നൽകുകയുള്ളൂ. പവർ ഔട്ട്പുട്ട് കുറഞ്ഞാലും മികച്ച മൈലേജ് ആണ് ഗ്ലാൻസ CNG വാഗ്ദാനം ചെയ്യുന്നത്. ഗ്ലാൻസയുടെ പെട്രോൾ മോഡലിന്റെ മൈലേജ് ലിറ്ററിന് 22.35 മുതൽ 22.94 കിലോമീറ്റർ വരെയാണ്. അതേസമയം ടൊയോട്ട ഗ്ലാൻസ CNG മോഡൽ കിലോഗ്രാമിന് 31 കിലോമീറ്റർ വരെ മൈലേജ് നൽകുമെന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. മാരുതി സുസുക്കി ബലേനോ, ഹ്യുണ്ടൈ i20, ടാറ്റ അൾട്രോസ് എന്നിവയ്ക്ക് പകരമായി പ്രീമിയം ഹാച്ച്ബാക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ടൊയോട്ട ഗ്ലാൻസ പരിഗണിക്കാവുന്നതാണ്.